നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹുവിനെ അറിയണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കണം. അവർക്ക് മാത്രമേ സ്വർഗവാതിൽ തുറക്കപ്പെടുകയുള്ളൂ. അള്ളാഹുവിനെ അറിയാൻ മാർഗങ്ങളേറെയുണ്ട്. പലരും അള്ളാഹുവിനെ പലവിധത്തിൽ അറിഞ്ഞിട്ടും ഉണ്ട്. അറിഞ്ഞ പലരും കർത്താവേ എന്ന് വിളിക്കുന്നവരുണ്ട്, ഈശ്വര എന്ന് വിളിക്കുന്നവരുണ്ട്, ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു പഴഞ്ചനായി തോന്നുമ്പോൾ പ്രകൃതിയെ എന്ന് വിളിച്ച് ആസ്വദിക്കുന്നവരുമുണ്ട്. എന്തായാലും ഈ പ്രപഞ്ചത്തിനൊരു ഉടമസ്ഥനുണ്ട് എന്ന് സമ്മതിക്കാത്തവരില്ല. പക്ഷേ അവരൊക്കെ ഒരു ഉടമസ്ഥനെ കണ്ടെത്തിയപ്പോൾ അതൊക്കെ അല്ലാഹ് എന്ന തൗഹീദിലെത്തിയോ എത്തിയില്ലേ? ആ തൗഹീദിലെത്തണമെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രം ഒരു കാലഘട്ടത്തിലും തൗഹീദ് പൂർത്തിയാകുന്ന കലിമയായിട്ടില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ദേശിക്കുന്ന ആശയാദർശങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാക്ഷി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവയാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അതിൻ്റെ ദലീലാണ്. അപ്പൊ ആ ദഅവയിലേക്ക് ഈ ദലീലോട് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിന് വഴിപ്പെടാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന പ്രവാചകൻ, മാതൃകാ പുരുഷൻ, എല്ലാം ആയ മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബി മുഖേന അള്ളാഹുവിലേക്ക് എത്തിയതാരോ അവർക്കേ സ്വർഗവാതിൽ തുറക്കപ്പെടുകയുള്ളൂ. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയെ അറിയാം. നിങ്ങൾ നല്ലോണം സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് എൻ്റെ ഒപ്പം കൂടിയാൽ ഇതിങ്ങനെ കുറച്ചു നേരമാണ് പോകും. മറ്റേ ഓട്ടോറിക്ഷക്കാരനോട് പോകുകയല്ലേ ചേച്ചി, പോകണമെങ്കിൽ പോകുക. ആ പോക്കാണെങ്കിൽ ഇത് എവിടേക്കും എത്തൂല. ഇത് അമ്മക്ക് വേണമെന്ന് എത്തിപ്പോയെങ്കിൽ തന്നെ പറ്റുള്ളൂ. മലക്കുൽ മൗത്ത് അസ്റായീൽ അല്ല, ഇങ്ങനെ പേടിപ്പിച്ചെങ്കിലേ നിങ്ങൾ മര്യാദക്ക് വരുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനത്തെ തന്നെ പറഞ്ഞോളാം. അല്ല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാഹുവിനെ അറിയാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക. നബി തങ്ങളെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുന്ന ആളുകളെ തൗഹീദ് മാത്രമേ അള്ളാഹു സ്വീകരിക്കുന്ന തൗഹീദാകൂ. ആ വിശ്വാസം മാത്രമേ അള്ളാഹു അംഗീകരിക്കുന്ന വിശ്വാസമാകൂ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉ, ഒന്നാം വസന്തം, അത് അമ്പിയാക്കളിലെ ഏറ്റവും പദവിയുള്ളതാണ്. അമ്പിയാക്കളെ കഴിഞ്ഞ് ഔലിയാക്കളെ ലോകത്തേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മഹാനാണ് ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതാണ് രണ്ടാം വസന്തം, റബീഉൽ ആഖിർ. റബീഉ വസന്തം, റബീഉ സന്തോഷം, റബീഉ ആഹ്ലാദം, റബീഉ ആമോദം. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഈദ് റബീഉ. എന്താ പറഞ്ഞത് ഇതിന് പേര്? ഈദേ റബീഉ. പിന്നെ ഒരു ഉറുദു ചേർത്തുകാനാണ് പറയാന്നുള്ളൂ. ഉറുദു അങ്ങനെയാണ് പറയണതിൻ്റെ അവസാനം ഹേ എന്ന് പറഞ്ഞാൽ മതി, എന്നാ ഉറുദു. അപ്പോൾ ഞാൻ ഉറുദു പഠിക്കണമെന്ന് കുറച്ച് ദിവസം ക്ലാസ്സിന് പോകാതെ എനിക്ക് ഉറുദു മതി ഹേ പറഞ്ഞാണ് പോകുന്നതാണ്. അപ്പോൾ ഇരിക്കട്ടെ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ രണ്ട് മഹത്തുക്കളുടെയും ആ സ്മരണകളും ചരിത്രങ്ങളും പഠിക്കുന്ന റബീഉ വസന്തം. ആ വസന്തത്തിലേക്ക് നാം അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അതൊരു ആഴക്കടലാണ്. ആ ആഴക്കടലിൽ ഇറങ്ങി നമ്മൾ മുങ്ങി പൊങ്ങി സമ്പാദിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് മഹാന്മാർക്ക് ലഭിച്ചതിൻ്റെ കോടിയിൽ ഒരംശം. ആ അംശം നമുക്ക് ലഭിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് മുത്തുനബിയെപ്പറ്റി എത്ര പഠിച്ചാലും എത്ര കേട്ടാലും അത് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയെ പറ്റി അടുത്തിരുന്ന് ഒപ്പത്തിനൊപ്പം ചേർന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അനുഭവം കിതാബിലുണ്ട്. ആ അനുഭവം പറഞ്ഞിരിക്കുന്ന ആളുകൾ പറയുന്ന 1-2 സംഭവങ്ങൾ. 1, വാപ്പയും സ്വഹാബി, മകനും സ്വഹാബി. അങ്ങനെയുള്ള ഒരു വലിയ മഹാനാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. വാപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയാണ്. ആ മഹാനവറുകൾ കൊച്ചു കുട്ടിയാകുമ്പോ നബി തങ്ങളെ കൂടെ ജീവിക്കാൻ തുടങ്ങി. 63-ാമത്തെയോ 93-ാമത്തെയോ 97-ാമത്തെയോ വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. അത്രയും കാലം ജീവിച്ചു. 90-ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന കാലത്ത് സ്വഹാബാക്കൾ ഇങ്ങനെ വഫാത്തായി തീർന്ന് അവിടെ ഒരു സ്വഹാബി ഉണ്ട് എന്ന് കേൾക്കാം, ഇവിടെ ഒരു സ്വഹാബി ഉണ്ട് എന്ന് കേൾക്കാം. അങ്ങനെ ഒറ്റപ്പെട്ട സ്വഹാബാക്കളെ ജീവിച്ചിരിപ്പുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം എത്തി. ആ സമയത്ത് ഒരു കൂട്ടം ആളുകൾ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്ത് ഇരുന്നു മുത്തുനബിയെ പറ്റി അറിയാൻ. ആ സമയത്ത് 90 വയസ്സായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ചുളി വീണിട്ടില്ല മുഖത്തിന്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഒരു ചുളിവ് വീണിട്ടില്ല തൊലിക്ക്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ തലയിലുള്ള മുടി അതിങ്ങനെ നോക്കുമ്പോൾ ഒരു 30 വയസ്സായ ചെറുപ്പക്കാരനെ കണ്ടതുപോലെ തലമുടി ഇങ്ങനെ നല്ല കറുത്ത തലമുടി. യാ റബ്ബ്, 90 വയസ്സായിട്ട് ഒരു തൊലിക്കൊരു ചുളിവ് വരാത്ത ആരോഗ്യവും 90 വയസ്സായിട്ട് ഒരു മുടി നരച്ചിട്ടില്ലാത്ത കറുപ്പും ഇതിങ്ങനെ കണ്ടപ്പോൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ ചോദിച്ചു, അല്ലയോ സായിബ് ഇബ്നു യസീദ് തങ്ങളെ, നിങ്ങൾക്ക് വയസ്സ് 90 ആയല്ലോ, ഈ രാജ്യം അതിന് സാക്ഷിയാണ്. എന്നാൽ നിങ്ങളുടെ ഒരു രോമം പോലും നരച്ചിട്ടില്ലല്ലോ, വെളുത്തിട്ടില്ലല്ലോ, എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? ആ സമയത്ത് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കൊച്ചു കുട്ടിയായി മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാനും എൻ്റെ കൂട്ടുകാരും ഇങ്ങനെ മണലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിക്ക് വന്നു മുഹമ്മദ് മുസ്തഫ. പുന്നാരി നബി തങ്ങൾ കുട്ടികളെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ എൻ്റെ വാപ്പയെ നല്ല പോലെ അറിയുന്നത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ടോ പുന്നാരി നബിയുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് നബി തങ്ങൾ എൻ്റെ തലയിലൊന്നിങ്ങനെ തടവി തന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബിയുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് നബി തങ്ങൾ എൻ്റെ തലയിലൊന്നിങ്ങനെ തടവി. ആ തടവിയിരിക്കുന്ന കൈ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുഖം ഒന്നിങ്ങനെ തടവി തന്നു. യാ റബ്ബ് യാ റബ്ബ്, 90 വയസ്സ് പ്രായമായിരിക്കുന്ന സ്വഹാബി പ്രമുഖൻ പറയുന്നത്, മുത്തുനബിയുടെ കൈ, മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട കൈ എൻ്റെ തലയിൽ വെച്ചതുകൊണ്ട്, എൻ്റെ മുഖത്ത് തട്ടിയതുകൊണ്ട് എനിക്ക് പിന്നെ ആരോഗ്യത്തിന്റെ ക്ഷീണമേ സംഭവിച്ചിട്ടില്ല. എൻ്റെ ഒരു തൊലിയും ചുക്കിച്ചുളിയാതെ ഒരു രോമവും നരക്കാതെ കാത്തു സൂക്ഷിക്കാൻ കാരണമായത് മുത്തുനബിയുടെ കൈ എൻ്റെ തലയിൽ തട്ടിയിരിക്കുന്ന ബറക്കത്ത് കൊണ്ടാണ് എന്ന് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിനെ നമുക്ക് അറിയിച്ചു തരാൻ നമ്മളിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന മഹാന. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ന ദഅവ, അതിന്റെ ദലീലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഓരോന്നും നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായിട്ട് നിൽക്കും. മുതഅല്ലിമീങ്ങളെ, നിങ്ങൾക്ക് അറിയില്ലേ, ബഹുമാനപ്പെട്ട ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഇല്ലാത്ത ഒരു കിതാബ് തഫ്സീറിന്റെ കിതാബിലോ ഹദീസിന്റെ കിതാബിലോ തസവുഫിന്റെ കിതാബിലോ ഫിഖ്ഹിന്റെ കിതാബിലോ ഉസൂലുൽ ഫിഖ് ഒരു കിതാബും വലഭാഗത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയ കിതാബാണോ
അതിൽ ഇമാം അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പം നമുക്ക് തോന്നും മുത്തുനബിയുടെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച സ്വഹാബി അബീ ഹുറൈറ ആയിരിക്കുമെന്ന്. അല്ല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജീവിച്ചത് എത്ര കാലമാണ്? ചരിത്രത്തിൽ കാണാമല്ലോ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കൂടെ ജീവിച്ചത് 3 വർഷവും 2 മാസവുമാണ്. 63 കൊല്ലം ജീവിച്ചിരിക്കുന്ന മുത്തുനബിയുടെ കൂടെ അബീ ഹുറൈറ തങ്ങൾ 3 വർഷവും 2 മാസവുമാണ് ജീവിച്ചത്. അബീ ഹുറൈറ തങ്ങൾ പറയട്ടെ, നശഅതു യതീമ, ഞാൻ ഒരു യതീമായിട്ടാണ് വളർന്നത്. വഹാജർതു മിസ്കീന, പട്ടിണിയുടെ പരിഹാരം തേടിക്കൊണ്ടാണ് ഞാൻ നാട് വിട്ടുപോയത്. വഹാജർതു ബുസ്റ ബിൻത് ജഅഫറാന, അറബ് രാജ്യത്ത് പോയിട്ട് ബുസ്റ എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരിയായ പെണ്ണിന്റെ വീട്ടിൽ ഞാൻ വീട്ടുവേലക്ക് നിൽക്കേണ്ടി വന്നു. അക്കാലത്ത് ആ വീട്ടുകാർ എനിക്ക് തരുന്ന ശമ്പളം എന്താണെന്നറിയോ? ബിത്വആമി ബൈത്തി, എനിക്കും എന്റെ പ്രായമുള്ള ഉമ്മാക്കും കഴിക്കാനുള്ള ഭക്ഷണം ആ വീട്ടിലെ പെണ്ണുങ്ങൾ തരും. അതാണ് ശമ്പളം. എന്റെ ഉമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എനിക്ക്. എന്റെ ഉമ്മാക്കും എനിക്കും കൂടി ഭക്ഷണം തരിക എന്നതാണ് ശമ്പളം. അതിന് ജോലി ചെയ്തുകൊണ്ട് ഞാൻ വീട്ടുവേലക്ക് നിന്നു. ആ വീട്ടുവേലക്ക് നിൽക്കുന്ന കാലത്ത് സമിഅതു അൻ റസൂലില്ലാഹി, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേട്ടു. അപ്പൊ എനിക്ക് നബി തങ്ങളെ കാണണം ആഗ്രഹമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫസവ്വജനില്ലാഹുൽ ഇസ്ലാമ ദീന, നബി തങ്ങളെ കണ്ടതോടുകൂടെ ഇസ്ലാം ദീനിനെ അല്ലാഹു തആല എനിക്ക് ഇണയാക്കി തന്നു. നബി തങ്ങൾ മുഖേന എനിക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കിട്ടി. സവ്വജ എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ സവ്വജതുക, അല്ലേ? എല്ലാരും ഒന്ന് ചിരിച്ചു. ഒന്നും കൂടി ചെല്ലാൻ പൂതിയുണ്ടോ? പെണ്ണുങ്ങൾ കേൾക്കണ്ട, അപ്പൊ ഇരിക്കട്ടെ. അപ്പോ എന്താണ്? പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു തആല എനിക്ക് ഇണയാക്കി തന്നു. ഫസവ്വജനില്ലാഹുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ അല്ലാഹു തആല എനിക്ക് ഇണയാക്കി തന്നു. പട്ടിണിപ്പാവമായ, നിത്യജീവിതത്തിന് ഗതിയില്ലാത്ത, അനാഥ ബാലനായ, അന്യനാട്ടിൽ നിന്ന് നാട് കയറി വീട്ടുവേലക്ക് വേണ്ടി വന്ന ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നതോടുകൂടെ വസയ്യറൽ ഇസ്ലാമു അബാ ഹുറൈറത ഇമാമാ, ഇസ്ലാമിലേക്ക് ചേർന്നപ്പോൾ ഞാൻ ലോകത്തിന്റെ നെറുകയിലെ നേതാവായി. എങ്ങനെയാ നേതാവായത്? അബീ ഹുറൈറ തങ്ങൾ പറയാണ്, ഞാന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ നിന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ കാരണം എനിക്ക് ജീവിതത്തിന് വഴിയില്ല, പട്ടിണിയാണ്. പട്ടിണിയും പരിവട്ടവുമായി വിഷമിച്ച് കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തങ്ങളെ കൂടെ തന്നെ നിന്നു. എല്ലാ ദിവസവും നബി തങ്ങളുടെ ക്ലാസ് ഉണ്ടാകും മദീനത്തെ പള്ളിയിൽ. അപ്പൊ ഞാൻ അതിനിങ്ങനെ കയറിയിരിക്കും. പക്ഷേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്താണ് നബി തങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കേൾക്കുമ്പോ ഇങ്ങനെ കേൾക്കുമെന്നല്ലാതെ പിന്നീട് ഒന്നും ഓർമ്മയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരൊക്കെ മദീനയിലെ ആളുകളാണ്. പക്ഷേ അവർക്കൊക്കെ വേറെ കുറെ ചുറ്റുപാടുണ്ട്. ഞാൻ ആ ചുറ്റുപാടുകളൊന്നും ഇല്ലാതെ മുത്തുനബിന്റെ ക്ലാസ്സും കേട്ടിരിക്കല. ഇവരൊക്കെ ഓരോ വഴിക്ക് പോയി വന്നിട്ട് ചോദിക്കും, അബീ ഹുറൈറ എന്തേ ക്ലാസ് എടുത്തിരുന്നത്? എനിക്കറിയില്ല, ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കാരണം ഞാൻ ഈ വിശപ്പിൽ ഇങ്ങനെ സഹിച്ചിട്ട് ഇതിങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ പണ്ടത്തെ മദ്രസയിൽ 3 കുട്ടികൾ ഇരിക്കണ ബെഞ്ചുമ്പോ എത്ര കുട്ടികളെ ഇരുത്തി? 5 കുട്ടികളെ ഇരുത്തി. അപ്പൊ അങ്ങേ തലക്കി ഇരിക്കുന്ന കുട്ടികൾ നിലത്ത് കാല് കുത്തിയിട്ട് ഇവരിങ്ങനെ ബേജാറായി ഇരിക്കുകയാണ്. കാരണം നടുവെന്നുള്ളവർ തിരക്കാ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ ഇങ്ങേ തലക്കുള്ളവർ ഇങ്ങോട്ട് പോകേണ്ടി വരും. ഈ ഇടക്കിടക്ക് നടുവിലുള്ള കുട്ടികളോ ഈ 2 തലക്കി ഇരിക്കണവർ ഇടക്കിടക്ക് തിരക്കാ ചക്കൻ്റെ ഉള്ളിൽ നിന്ന് കുരു ഓണമാതിരി നടുവിലുള്ളവർ ഒരു മുന്തത്തി പോകും. അപ്പൊ ഈ 5 കുട്ടികളും എന്താ തടി കാക്കണ ഇരുത്താണ് ഇരിക്കണത്. അപ്പോഴാണ് മൊല്ലാക്ക ബോർഡുമ്മ വന്നുങ്ങാണ്ട് ഒരു അരിപ്പിണ് വരച്ചു.
അരിപ്പോണ്ട് വരച്ചുകാട് പൂച്ചടി പൊടിയോണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് എന്താന്ന് ചോദിച്ചു. അപ്പൊ 5 കുട്ടികളും പറഞ്ഞു അതൊരു ബടിയാണ് വല്ലാക്ക. കാരണം അരിഫ് പോലും കണ്ടിട്ടില്ല, തടി കാക്കണ ഏർപ്പാടാണ്. ഇത് ഒരു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് പഠനത്തിലേക്ക് ശ്രദ്ധ കിട്ടണ്ടേ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വിശപ്പാണ്, ഞാൻ മുത്തുനബി പറയണത് ഇങ്ങനെ കേൾക്കും, പക്ഷെ എനിക്കൊന്നും പിന്നെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പലരും ചോദിക്കുമ്പോൾ അറിയില്ല. അപ്പൊ ഞാൻ വല്ലാതെ വിഷമിച്ചു. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിയും ഒരു സൗകര്യവും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മദീനത്തെ പള്ളിയിൽ മുത്തുനബിയെ ലാസിമാക്കി അവിടെ ഇരുന്നു. നബിതങ്ങൾ ഹദീസ് അങ്ങനെ കേട്ടു, നബിതങ്ങൾ പറയുന്ന ക്ലാസ്സുകളൊക്കെ കേട്ടു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്താണ് അബീ ഹുറൈറയുടെ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ. അല്ലാഹുവേ, മറവിയില്ലാത്ത ഇൽമു നൽകി എന്നെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അബീ ഹുറൈറ എപ്പോഴും ദുആർക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത ഇൽമു നൽകി എന്നെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഇതിങ്ങനെ ദുആ ചെയ്യും. ഒരു ദിവസം ഞാൻ ദുആ ചെയ്യുമ്പോൾ എന്റെ ദുആ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങൾ എന്റെ ദുആ കേട്ടു. നബി തങ്ങൾ എന്റെ ദുആ കേട്ടപ്പോൾ ഫഖാല ആമീൻ, പടച്ചവനെ മറവിയില്ലാത്ത ഇൽമു തരണേ എന്ന് ഞാൻ ദുആർന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടിട്ട് നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. ബിബറക്കത്തി ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അബൂ ഹുറൈറത അഹ്ഫളൻ നാസി ഹദീസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്. മുത്തുനബി ആമീൻ പറഞ്ഞ ബറക്കത്ത് കൊണ്ട് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി ആമീൻ പറഞ്ഞ ബറക്കത്ത് കൊണ്ട് അബീ ഹുറൈറ പിന്നെ പഠിച്ചതൊന്നും മറന്നിട്ടേ ഇല്ല. മാത്രമല്ല 1,40,000 സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ ഇമാം അബീ ഹുറൈറ. 3 വർഷവും 2 മാസവും മുത്തുനബിയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന അബീ ഹുറൈറ തങ്ങൾ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണമായത് മുത്തുനബി ആമീൻ പറഞ്ഞ ബറക്കത്താണ്. അബീ ഹുറൈറ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ഹദീസിന് വലിയ പാണ്ഡിത്യമുള്ളവരാണ്, വലിയ ഹദീസിന്റെ ആളുകളാണ്. പക്ഷേ അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് തങ്ങൾ വലിയ ഹദീസാണ്, പക്ഷേ മൂപ്പരും ഞാനുള്ള വ്യത്യാസം എന്താ? വകാന യക്തുബു വഅന ലാ അക്തുബു. അവരൊക്കെ കേട്ടത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. എന്തേ? ബി ബറക്കത്തി ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ ദുആഇന്റെ ബർക്കത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വെച്ചത് അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെടാൻ, അല്ലാഹുവിന് വഴിപ്പെടാൻ. നമ്മുടെ മുമ്പിലുള്ള തെളിവ് മുഹമ്മദ് മുസ്തഫ. വേറെ ഒരു സ്വഹാബിയെ കൂടി പറയാം. വാപ്പയും സ്വഹാബി, മകനും സ്വഹാബി. അങ്ങനെയുള്ള ഒരു പ്രമുഖനാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കൊച്ചു കുട്ടിയാകുമ്പോൾ എൻ്റെ വാപ്പ എന്നെയും കൂട്ടി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ അടുക്കലേക്ക് പോയി. അവിടെ ചെന്ന് നബി തങ്ങളെ അടുത്ത് ഞാൻ ഇരുന്നു. സഭയിലപ്പോ വേറെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ഇങ്ങനെ നീട്ടിയപ്പോൾ എന്റെ വാപ്പ എന്റെ കൈ മുത്തുനബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട കയ്യിൽ എന്റെ കൈ വെച്ചുകൊണ്ട് ഞാൻ മുത്തുനബിയോട് ചേർന്ന് ഇരുന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കൈ മുത്തുനബിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചപ്പോൾ ആ കയ്യിൽ നിന്നുള്ള ഒരു സ്പർശം എന്റെ ശരീരത്തിലേക്ക് വന്നതോടുകൂടെ എന്റെ ശരീരമാകെ മാറിയതുപോലെ, എന്റെ മനസ്സാകെ വ്യത്യാസപ്പെട്ടതുപോലെ എനിക്കൊരു വല്ലാത്ത ആഹ്ലാദം, വല്ലാത്ത സന്തോഷം, വല്ലാത്തൊരു മനോധൈര്യം, വല്ലാത്തൊരു മാനസിക പരിവർത്തനം അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി തന്നു. മുത്തുനബിയുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്തു. മുത്തുനബി എന്നെ ബൈഅത്ത് ചെയ്തിട്ട്
ഹബീബ് റസൂലുള്ളാഹി. നബി തങ്ങളെ കയ്യിലേക്ക് കൈവച്ചിങ്ങനെ ഇരുന്നിട്ട് ആ സന്തോഷം കൊണ്ട്, ആ ആനന്ദം കൊണ്ട് ഞാൻ കുറേ സമയം നബി തങ്ങളെ കയ്യിൽ കൈവച്ചിരുന്നു. പടച്ചോനെ, അവർക്കൊക്കെ കിട്ടിയ ഒരു ഭാഗ്യം അള്ളാഹു ആഖിറത്തിലെങ്കിലും നമുക്ക് തെരുമാറാവട്ടെ. എന്താ പറയുന്നത്? നബിതങ്ങളെ കയ്യിലേക്ക് കൈവച്ചപ്പോൾ ഞാൻ കുറേ സമയം, നബിതങ്ങൾ കൈ വലിച്ചില്ല. മുത്തുനബിക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. നബിതങ്ങളെ മുസാഫഹത്ത് ഞാൻ കൈ കൊടുത്താൽ ആ ആള് കൈ ഒഴിവാക്കുമ്പോഴേ നബിതങ്ങൾ എടുക്കുള്ളൂ. അത്ര ഇതാണ് സുഹൃത്ത്. നബിതങ്ങളെ കൈ എനിക്കിങ്ങനെ താഴ്ത്തി തന്നു. ഞാൻ ആ കയ്യിൽ കുറേ സമയം എൻ്റെ കൈ അവിടെ വെച്ചിരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് എൻ്റെ കൈ ഞാൻ ഇങ്ങോട്ട് എടുത്തപ്പോൾ മുത്തുനബിയുടെ കൂടെ ഇരിക്കാനും നബി തങ്ങളെ കയ്യിൽ കൈവെക്കാനും സാധിച്ചല്ലോ. ആ സന്തോഷത്തിന് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് എൻ്റെ കൈ ഇങ്ങോട്ട് എടുത്തപ്പോ ഞാൻ എൻ്റെ കൈ ഒന്ന് ചുംബിച്ചു. എൻ്റെ കൈ ഞാൻ തന്നെ ഒന്ന് ചുംബിച്ചു. എന്തിന്? മുത്തുനബിയുടെ ശരീരത്തിൽ വെച്ച കൈയല്ലേ. ഞാനൊന്ന് മുത്തം വെച്ചു എൻ്റെ കയ്യന്. എൻ്റെ കൈ ഞാൻ ചുംബിക്കുമ്പോൾ എൻ്റെ കയ്യിന് കസ്തൂരിയുടെ വാസന വന്നു. ആ സ്വഹാബി പറയാ, മുത്തുനബിയുടെ കയ്യിൽ വെച്ച എൻ്റെ കയ്യിന് കസ്തൂരിയുടെ വാസനയായി. ആ കസ്തൂരിയുടെ വാസന ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ അദ്ദേഹം വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. ബഹുമാനപ്പെട്ടവര് പറയുന്നു, അന്ന് മുത്തുനബിയുടെ കയ്യിൽ കൈവച്ച ശേഷം എന്റെ ആ വലത്തെ കൈ ഞാൻ പിന്നെ മുത്തുനബിയുടെ കയ്യിൽ വെച്ച കൈയല്ലേ, അതുകൊണ്ട് ഞാൻ അതിനെ ബഹുമാനിച്ചു. ആ കൈ കൊണ്ട് ഞാൻ പിന്നെ ഒരു മലിനമായത് തൊട്ടിട്ടില്ല, ഒരു മാലിന്യത്തിൽ വെച്ചിട്ടില്ല. അല്ലാ, ഏതെങ്കിലും ഒരു മോശമായ സാധനം അതുകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറയുകയാണ്, മാ മസസ്തു സകരി ബിയുംനി മുൻദു ബായഅതു ബിഹാ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ കൈവച്ച എൻ്റെ വലത്തെ കൈ, മാ മസസ്തു സകരി ബിയുംനി, എൻ്റെ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് പോലും എൻ്റെ വലത്തെ കൈ ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ല. യാ റബ്ബ്, മുത്തുനബിയുടെ ശരീരത്തിൽ കൈവച്ച ശേഷം എൻ്റെ സ്വന്തം ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് പോലും എൻ്റെ ആ കൈ ഞാൻ പിന്നെ കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുന്നുണ്ട്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു രോഗമായി. ആ രോഗത്തിൽ കടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരെ സന്ദർശിക്കാൻ മലക്കുകൾ വരുമായിരുന്നു. ബഹുമാനപ്പെട്ട സ്വഹാബി പ്രമുഖൻ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ മലക്കുകൾ മുസാഫഹത്ത് ചെയ്ത് ചുംബിക്കാറുണ്ടായിരുന്നു. എന്താണത്? ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെ കൈ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുക. കാരണം എന്താ? ഹബീബ് റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയണോ, അള്ളാഹുവിലേക്ക് അടുക്കണോ, അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണോ? മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. എന്നാൽ ആ മഹബ്ബത്ത്, മുത്തുനബിയുള്ള ആ മഹബ്ബത്ത്, അത് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം അതിന് സ്ഥാനമുണ്ട്, അതനുസരിച്ചാണ് അതിന്റെ ബഹുമാനം. നമ്മൾ ഓർക്കണം, മുത്തുനബിയെ മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു മഹബ്ബത്തിനെയും പരിശോധിച്ചാൽ പ്രായമുള്ള ആളുകൾക്കൊരു മഹബ്ബത്തുണ്ട്. അതെങ്ങനെ? അത് ഒരു തക്രീം, ഒരു ആദരവിന്റെ മഹബ്ബത്ത്. മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടൊക്കെ നമുക്കൊരു മഹബ്ബത്തുണ്ട്. അതേതാ? അതൊരു തഅളീം, ബഹുമാനത്തിന്റെ മഹബ്ബത്താണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു മഹബ്ബത്തുണ്ട്. അതേതാ? അത് ഒരു ഇഷ്ക്, ഒരു പ്രേമത്തിന്റെ മഹബ്ബത്താണ്. കുട്ടികളോട് നമുക്കൊരു മഹബ്ബത്തുണ്ട്. അതേതാ? അതൊരു ലുത്ഫ്, ഒരു ലാളിത്യത്തിന്റെ മഹബ്ബത്താണ്. എന്നാൽ ലുത്ഫിന്റെയും ഇഷ്കിന്റെയും തഅളീമിന്റെയും തക്രീമിന്റെയും മഹബ്ബത്തിന്റെ ഏതൊക്കെ ഇനങ്ങളുണ്ടോ അതൊക്കെ നൽകാൻ അർഹതപ്പെട്ടിരിക്കുന്ന ആൾ മുഹമ്മദ് മുസ്തഫ. അൻത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു
ഈ ഓമച്ചപ്പുഴയിലും ഇതിൻ്റെ പരിസരത്തുമൊക്കെ വലിയ 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 മഹാന്മാരായ ആളുകൾ ജീവിച്ച് മാതൃക കാണിച്ച രാജ്യമാണ്. ഇവിടെയൊക്കെ മറവട്ട് കിടക്കുന്ന മഹാന്മാർ, അള്ളാഹു അവരെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. പടച്ചവനെ, കരിങ്കപ്പാർ ഉസ്താദ് അടക്കമുള്ള വലിയ മഹാന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് അവരോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഉമറാക്കളും അവർ പഠിപ്പിച്ച അതപനുസരിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ച ഉമ്മമാരും അവരൊക്കെ മറവട്ട് കിടക്കുന്നുണ്ട് ഈ പരിസരത്തെ പള്ളികളിലൊക്കെ. അള്ളാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പഴയ തറവാടിത്തം നിലനിൽക്കുന്ന മഹല്ലുകളിലൊക്കെ ബിദ്അത്തുകാർ പതുക്കെ കയറി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് പഴയ അന്തസ്സുള്ള പഴയ തറവാടിത്തമുള്ള മഹല്ലത്തുകളിലൊക്കെ പുതിയ തലമുറ ദീനിൽ നിന്ന് വളരെ അകന്ന ചുറ്റുപാടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈയിടെ ഒരു പഠനത്തിന് വേണ്ടി പൊന്നാനിയിൽ പോയപ്പോൾ മലബാറിലെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി വല്ലാത്ത വാർത്തയാണ്. സുബ്ഹാനല്ലാഹ്. കല്യാണ സദസ്സിലേക്കൊക്കെ ഒരു പുതിയാപ്പളയും ആളുകളും, ഒരു പുതിയാപ്പള വരുന്നതും പുതിയാപ്പളയെ വീട്ടിൽ നിന്ന് ഇറക്കുന്നതുമൊക്കെ ആയ കല്യാണം വരുമ്പോൾ അവിടുത്തെ മറ്റ് മതക്കാരൊക്കെ പറയാൻ തുടങ്ങി മാപ്പിളാരെ കല്യാണം മാതിരി. അത്രയും മോശമായ രൂപത്തിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പല ചെറുപ്പക്കാരൊക്കെ പഴയ നല്ല നല്ല നാട്, ആ നല്ല നല്ല നാടുകളിൽ പോയി നോക്കിയാൽ ആധുനിക സംവിധാനങ്ങൾ വർദ്ധിച്ചു. ഇപ്പൊ ഈയിടെ കേരളത്തിൽ ഒരു സ്കൂളിൽ പരിഷ്കരിച്ച ഒരു പാഠ്യപദ്ധതി കൊണ്ടുവന്നു. എന്താണത്? പുസ്തകങ്ങളും മറ്റൊന്നും ആവശ്യമില്ല, എല്ലാ കുട്ടികൾക്കും ഒരു ടാബ്, ആ ടാബ് മാത്രം മതി. അതാണ് ആ സ്കൂളിന്റെ രീതി. മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വലിയ കൊട്ടിഘോഷിച്ചു നമ്മളെ പത്രങ്ങളൊക്കെ. ഇന്ന് ആ രക്ഷിതാക്കളും ആ നാടും മുഴുവനും സങ്കടത്തിലാണ്. എന്തുകൊണ്ട്? പുസ്തകവും മറ്റൊന്നും ആവശ്യമില്ല, പഠനത്തിന് പുതിയ രീതി, ഒരു ടാബ് കൊടുത്തു. കുട്ടികൾ ടാബിൽ കാണിച്ചു കൊടുത്തതല്ല അവർ കണ്ടത്. അധ്യാപകർ കാണിച്ചു കൊടുത്തതല്ല കുട്ടികൾ കാണുന്നത്, കുട്ടികൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാ കാണുന്നത്. ഇപ്പൊ എന്തായി? പുതിയ തലമുറയിലെ കുട്ടികൾ മുഴുവനും യാ റബ്ബ്, ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അതിന്റെ ദുരുപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഓമച്ചപ്പോയ പോലെയൊക്കെയുള്ള പഴയ നാട്ടിലെ കാരണവന്മാരും ഉസ്താദുമാരുമൊക്കെ അല്പവും കൂടി ഒന്നുകൂടി കൂടുതൽ ചിന്തിക്കണം. എല്ലാ കുട്ടികളെ കയ്യിലും വാട്സപ്പ് സൗകര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടത് തന്നെയാണ്, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ആവശ്യം തന്നെയാണ്, പഠിക്കുമാണ്. പക്ഷേ ഇതെങ്ങനെയാവുകയാണ്? ചെറിയ കുട്ടികൾ ഒക്കത്തിന് പോക്കറ്റ് കൊള്ളാത്ത മൊബൈൽ ഇങ്ങനെ പൊന്തി വെച്ചിട്ട് അതേറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എല്ലാവരുടെ കയ്യിലും, എല്ലാ ആളുകളെ കയ്യിലും. ഇന്നാള് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ നാടിനടുത്ത് മമ്പാട്ടിൽ നിന്ന് 2 സ്നേഹിതന്മാർ വണ്ടിയിൽ കയറുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞു. പിന്നെ അവർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. അപ്പോഴൊക്കെ 1 മണിക്കൂറായി. ആ ഇടയ്ക്ക് ഒരു രണ്ടാളും തമ്മിലും സംസാരിച്ചിട്ടില്ല, നമ്മളോടും ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പം എന്താ? രണ്ടാളെ കയ്യിലുണ്ട് ഇത് തുറന്നു വെച്ചത്. അയക്കിങ്ങനെ കൊളു 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 കൊളു. ഇതിങ്ങനെ വരിക. വേറൊരാളോട് വർത്താനം പറയാനോ സംഘത്തിന് നേരില്ലല്ലോ, പിന്നെന്താ? കൊളു കൊളു കൊളു. കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും തമ്മിലുള്ള കഥ പറയുന്നിടത്തിന് എന്നിട്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവിടെ ഒരു കുളം കുഴിച്ചു. എന്നിട്ട് ചോദിച്ചു കുളത്തിൻ്റെ അടുത്തൊരു മരം നട്ടുക. എന്നിട്ട് ചോദിച്ചു മരത്തുമ്പോൾ നിറച്ച് കായ് ഉണ്ടായി. എന്നിട്ട് ചോദിച്ചു ആ കായ് വെള്ളത്തേക്ക് ഇങ്ങനെ ബുഗൽ തുടങ്ങിയ. എന്നിട്ട് ചോദിച്ചു കുളുന്ന. എന്നിട്ട് ചോദിച്ചു കുളുന്ന. എന്നിട്ടോ കുളം. എന്നിട്ടോ കുളുകുളം. നമ്മളെ മഹമ്മദാലിൻ്റെ പെണ്ണുങ്ങളും ഏറ്റിപ്പോൾ കുഴപ്പത്തിലല്ലേ നിൽക്കുന്നത്. അപ്പം എന്താ? ഓൻ ലോഡിങ് തൊഴിലാളിയാണ്. ഓൻ ലോഡിങ്ങിന് താങ്ങാൻ കഴിയാത്തൊക്കെ തലയിൽ ഏറ്റി ബസർത്ത് കുളിച്ച് പെരയിൽ വന്ന് നോക്കുമ്പം ഇവളിങ്ങനെ വാട്സപ്പ് നോക്കിയിട്ട് കുളം കുളം കുളം. ഇവൻ വന്ന വർത്താനം തന്നെ ഓളെടുത്തില്ല. കുറച്ചേരൊക്കെ ഇങ്ങനെ കാത്തുങ്ങാണ്ട് ഇപ്പം പറഞ്ഞു ജയ് ഒരു ചായപ്പഴം ഉണ്ടാക്കി തരുന്ന വെച്ചു. ഓള് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോയി. ഒരു കണ്ണ് തീക്കും, ഒരു കണ്ണ് ചായക്കും. അവിടെ ചെന്നിങ്ങാണ് ഇങ്ങനെ നോക്കുമ്പോൾ ചൂടുള്ള ആവി പോണ വെള്ളം കണ്ടപ്പം അയക്ക് കുറച്ച് ചായപ്പൊടി കണ്ടിട്ട് കുറച്ച് പഞ്ചാരി ഇട്ട്
കലക്കിയിട്ട് മാപ്പിളക്കൊണ്ട് കൊണ്ടുവന്ന് കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങളോട് പറയാം കഞ്ഞിൻ്റെ വെള്ളത്തിലാ ചായപ്പൊടി ഇട്ടിരിക്കണേ. ആലോചിച്ചു. ഞമ്മളെ ഇതാവക്കയത്തി, ഞമ്മളെ തബാറക്കി, ഞമ്മളെ യാസീനും എന്തിനേറെ പറയണം. ശ്രദ്ധയില്ലാത്ത വീട്ടിലെ കുട്ടി രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെ പോണത്? രാത്രി നമ്മളൊരു ഒതുടുത്തുങ്ങാണ്ട് ഒരു കുൽവല്ലാഹും ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തൈനും കോതി കൊണ്ട് പോണെന്നാണല്ലോ. അപ്പൊ ഇതിനെന്താ കുട്ടികളെ കയ്യിലൊക്കെ മൊബൈലാണ്. എന്നിട്ടോ ഒരു ചെവിക്കൊന്നും മറ്റേ ചെവിക്കൊന്നും. പിന്നെ എവിടെ ഒതുകൊടുക്കണം? എവിടെ കുൽവല്ലാഹു ഓതുന്നു? ഒരു ചെവിയിലൊന്നും മറ്റേ ചെവിയിലും. ഇനി മൂക്കിലും കൂടി വെച്ച ICU എന്ന് പറയും. മന്ന ചെറിയ മക്കളെ കയ്യിൽ പോലും അപകടകാരിയാകുന്ന രീതിയിൽ. ഞാനിപ്പത് നിങ്ങളെ മക്കളെ മാത്രം കുറ്റപ്പെടുത്തി, എന്റെയും നിങ്ങളെയും ഒക്കെ മക്കൾ ജീവിക്കുന്ന ഒരു യുഗമാണിത്. എന്നാ ഇത് വേണ്ടേ? ആവശ്യത്തിന് എന്തിനു ഉപയോഗപ്പെടുത്തണം, എന്തിനു ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റി അറിയണ്ടേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പഴമക്കാരായ ആളുകൾ ജീവിച്ച ഏറ്റവും നല്ല ദീനി അന്തരീക്ഷമുള്ള നാട്ടിൽ ആധുനിക സംവിധാനങ്ങളും ബിദ്അഈ പ്രസ്ഥാനങ്ങളും നമ്മെ അറിയാതെ വേട്ടയാടിക്കൊണ്ട് മതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന്, ദീനിന്റെ ചുറ്റുപാടിൽ നിന്ന് അകന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ വർദ്ധിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മത്തിനെ ഭയപ്പെട്ടു പോകുന്നു. നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീനിയായ വിശ്വാസികളാണെങ്കിലോ ദീൻ നമ്മൾ ശരിയായ രൂപത്തിൽ മുറുകെ പിടിച്ച് അത് നമ്മുടെ അടുത്ത തലമുറക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ ഈമാനിന്റെ രുചിയാണ് മഹബത്ത്. ആ മഹബത്ത് നമുക്ക് ആർക്കാണോ മുത്തുനബിയോട് നിലനിർത്താൻ സാധിക്കുന്നത്, മഹബത്ത് നിലനിർത്തുന്ന ആളുകൾക്ക് ആ തലമുറയിലും അടുത്ത തലമുറയിലും അടുത്ത തലമുറയിലും അടുത്ത തലമുറയിലും ആ മഹബത്തിന്റെ ആധാറുകളും ആ മഹബത്തിന്റെ അടയാളങ്ങളും നിലനിർത്താൻ സാധിക്കുന്നു. നോക്കൂ, നിങ്ങൾ മക്കത്തുൽ മുക്കറമയിൽ പോയി നോക്കൂ. മനുഷ്യരാകുന്ന മുഅ്മിനീങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. മനുഷ്യരെ കഴിഞ്ഞാൽ പിന്നെ കഅബത്തിന്റെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിന്റെ അകത്തും പുറത്തും പരിശുദ്ധ ഹറം ഷരീഫിൽ മുഴുവനും നമ്മൾ നോക്കിയാൽ മനുഷ്യരെ കഴിഞ്ഞാൽ പിന്നെ മക്കത്തുൽ മുക്കറമയിലുള്ള ജീവികൾ ഏതാണ്? അത് മുഴുവനും പ്രാക്കള. നിങ്ങൾ കണ്ടില്ലേ? ആയിരക്കണക്കിന് പ്രാവുകൾ സഫാ മർവയിൽ കാണാം, ഇബ്രാഹിം മക്കാമിൽ കാണാം, ഹിജർ ഇസ്മായിൽ കാണാം, മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് കാണാം. എല്ലാ സ്ഥലത്തും പ്രാക്കൾ ഇങ്ങനെ പറന്ന്. അത്ര കൂടുതലൊരു ജീവികളെ വേറെ ഒന്നിനെയും അവിടെ കാണുന്നില്ല. ആ പ്രാക്കളോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൗദി ഗവൺമെന്റും ലോക മുസ്ലിംകളും ആ പ്രാക്കൾക്ക് കൊടുക്കുന്ന അംഗീകാരവും ആദരവും എത്രമാത്രമാണ്? ഒരൊറ്റ ഉദാഹരണം പറയാം നമുക്ക്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ കഅബ ഷരീഫിന്റെ പരിസരത്ത് എത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി, പറന്നിങ്ങനെ ജീവിക്കുന്ന ജീവി ഏതാണ്? അത് രണ്ട് മാടപ്രാക്കളെ മക്കളാണ്. ഏതാണ് ആ മാടപ്രാക്കൾ? അന്നൊരിക്കൽ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് ശത്രുക്കൾ വളഞ്ഞില്ലേ? അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് വിട്ടിറങ്ങിയപ്പോൾ വഴിക്ക് വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും പാതിരാവിന്റെ കൂരിരുട്ടിൽ സുബ്ഹാന ജല്ല ജലാലു മക്കത്തുൽ മുക്കറമയിലെ മലകളും പർവ്വതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കഅബ ഷരീഫിന്റെ പരിസരത്ത് പാതിരാവിന്റെ കൂരിരുട്ടിൽ നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നടന്നു. എന്നിട്ടോ സമുദ്ര നിരപ്പിൽ നിന്ന് 1700 അടി ഉയരത്തിലുള്ള മലയുടെ മുകളിൽ വാറസൗറ മലമുകളിൽ കയറി. ആ മലയുടെ ഏറ്റവും ഉച്ചിയിൽ കാണുന്ന ഗുഹ സൗറ ഗുഹ. ആ ഗുഹയുടെ മുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ അകത്തേക്ക് കടന്നു. അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. അതൊക്കെ നിങ്ങൾക്കറിയാം. ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് റസൂലുള്ളാഹിയെ തങ്ങൾ വിളിച്ചു. നബി തങ്ങൾ അകത്തേക്ക് അങ്ങോട്ട് കയറുന്നതോടുകൂടെ, നബി തങ്ങൾ ആ മാളത്തിലേക്ക് അങ്ങോട്ട് കടക്കുന്നതോടുകൂടെ
എവിടെ നിന്നോ 2 പ്രാവുകൾ പറന്നു വന്നു. 2 മാടപ്രാക്കൾ പറന്നു വന്നിട്ട് അവരിങ്ങനെ ചുണ്ടോട് ചുണ്ട് ചേർത്ത് ആ 2 മാടപ്രാക്കൾ ആ ഗുഹാമുഖത്ത് അവിടെ ഇരുന്നിട്ട് ആ 2 പക്ഷികളെ ഒരു സംഭാഷണം അത് കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ പക്ഷികളെ സംഭാഷണം? സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ആ 2 പക്ഷികൾ എന്താണ് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് അപകടം പറ്റിയിട്ടല്ലാതെ മുത്ത് റസൂലുള്ളാഹിയുടെ ഒരു രോമത്തെ പോലും തൊടാൻ അനുവദിച്ചുകൂടാ. ഓ സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, ചരിത്രത്തിൽ കാണാം നമുക്ക്, ആ 2 മാടപ്രാക്കൾ ഒരൊറ്റ ഇരുത്തം അവിടെ ഇരുന്നു. എങ്ങനെ ഇരിക്കുന്നത്? അവിടെ കടന്ന് തൂങ്ങി ഉറങ്ങല്ല. പിന്നെ ആ 2 മാടപ്രാക്കളും അവിടെ ഇരുന്നിട്ട് ഒന്ന് വലഭാഗത്തേക്ക് നോക്കും, അപ്പൊ തന്നെ ഇടഭാഗത്തേക്ക് നോക്കും, അപ്പോൾ തന്നെ മുൻഭാഗത്തേക്ക് നോക്കും. എന്താണ് അവർ നോക്കുന്നത്? വലഭാഗത്തേക്ക് വല്ല ശത്രുക്കളും അവിടെ നിന്ന് വരുന്നുണ്ടോ? ഇടഭാഗത്തേക്ക് വല്ല ശത്രുക്കളും വരുന്നുണ്ടോ? അപ്പോഴേക്ക് മുന്നിലേക്ക് മുത്തുനബിക്ക് വല്ലതും സംഭവിക്കുന്നുണ്ടോ? വലഭാഗവും ഇടഭാഗവും മുന്നിലേക്കും നോക്കിക്കൊണ്ട് ആ പ്രാക്കൾ അവിടെ ഇരുന്നത് എത്ര സമയമാണെന്നറിയോ? 3 രാത്രിയും 3 പകലും ആ 2 മാടപ്രാക്കൾ ഉറങ്ങിയില്ല. അവര് ഭക്ഷണം കഴിച്ചില്ല, അവര് വെള്ളം കുടിച്ചില്ല. വസ്സുദ്ഖു ഫിൽ ഗാരി വസ്സുദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ അരിമീ മൗലായ. ഹബീബുന മുഹമ്മദ് മുസ്തഫ വസ്സുദ്ഖു ഫിൽ ഗാരി വസ്സുദ്ദീഖു. ആരാണ് മാളത്തിലുള്ളത്? ആ ഗുഹയിൽ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖ് തങ്ങളും. പക്ഷേ ചുറ്റുഭാഗത്ത് ശത്രുക്കൾ ആയുധധാരികളായി വരുന്നത് നബി തങ്ങളെ തലയെടുക്കുന്നവർക്ക് 1000 ഒട്ടകമാണ്. യാ റബ്ബ് യാ റബ്ബ്, ആ ഒട്ടകത്തിന് 100 ഒട്ടകത്തിന്റെ സമ്മാനം കിട്ടും. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആയുധധാരികളായ ശത്രുക്കൾ നാനാഭാഗത്തും വരുമ്പോൾ ആ പ്രാക്കൾ ഇങ്ങനെ നോക്കുകയാണ്. എടോ, ഇങ്ങോട്ട് അടുത്താൽ ആ 2 പ്രാക്കൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ആ ഇരുത്തം 3 രാത്രിയും 3 പകലും ഉറക്കമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. അവര് കാത്തിരുന്നപ്പോൾ ആ വഴിക്ക് വരുന്ന ശത്രുക്കളൊക്കെ ഈ പ്രാക്കളെ കണ്ടപ്പോ വന്നുൽ ഹമാമ വന്നുൽ അങ്കബൂത അലാ ഖൈരിൽ ഖലായിഖി ലം തുൻസജ് വലം തഹുമി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ. ഇപ്പൊ ഈ മുതഅല്ലിമീങ്ങളെ നാട്ടുകാർ പിന്നെ അധികം ഗൾഫിലേക്ക് അരപ്പെടല്ലേ? അധികം ആൾക്കാരും ഗൾഫിലല്ലേ ഉണ്ടാകുക. അള്ളാഹു ഓൽക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ഓൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ നാട്ടുകാരുള്ളോല് നല്ലോണം ഇത്തരം വഴതും സദസ്സും ഒക്കെ നോക്കണം. അല്ലെങ്കിൽ അബുദാബിയിൽ മയക്ക് തേടി നിസ്കാരം ഉണ്ടായ മാതിരിക്കാൻ. അബുദാബിയിൽ മയക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടാക്കി, ഭയങ്കര നിസ്കാരം ദുആയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ദുആയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പം മഴ പെയ്തത് എവിടെയാണ് നിങ്ങൾ? മഴ പെയ്തത് കേരളത്തിലും അതുപോലെ തന്നെ നമ്മളെ ഇവിടെയാണ്, യമനിലും കേരളത്തിലാണ് മഴ പെയ്തത്. ദുആ നടന്നത് അബുദാബി. എന്തേ കാരണം? ദുആക്ക് കൂടിയതൊക്കെ കേരളക്കാരും യമനികളുമാണ്. അപ്പൊ നടന്നത് അവിടെ തന്നെ ഉള്ളു. അപ്പോ ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്ത് നബിയുടെ ആ വന്നുൽ ഹമാമ വന്നുൽ അങ്കബൂത അലാ ഖൈരിൽ ഖലായിഖി ലം തുൻസജ് വലം തഹുമി. മുത്ത് നബിയുടെ ആ ഗുഹാമുഖത്ത് കാവലിരിക്കുന്ന മാടപ്രാക്കളെ കണ്ടപ്പോൾ ശത്രുക്കൾ ആരും അങ്ങോട്ട് അടുത്തില്ലല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മാടപ്രാക്കളുടെ ആ പക്ഷികൾ പ്രസവിച്ച് അതിന്റെ മക്കൾ, അവര് പ്രസവിച്ചു അതിന്റെ മക്കൾ, അവര് പ്രസവിച്ചു അതിന്റെ മക്കൾ, മക്കളെ എത്രാമത്തെ തലമുറയാണ് ഇപ്പൊ മക്കത്ത് കാണുന്ന പ്രാക്കൾ? 1490 ജന്മദിനമാണ് മുത്തുനബിയുടേത് നമ്മൾ ആഘോഷിച്ചത്. 15 നൂറ്റാണ്ടായി അല്ലേ? ഈ 15 നൂറ്റാണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 15 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നോക്കൂ നിങ്ങൾ, ആ പ്രാക്കള പരമ്പര ഇപ്പോഴും എങ്ങനെയാണ് മുസ്ലിം ലോകം അവരെ ആദരിക്കുന്നത്? അല്ലാ, ലോകത്ത് എവിടെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം ഗോതമ്പ്. എവിടെ കൃഷി ചെയ്താലും അത് മക്കത്ത് കൊണ്ടുവരും. എന്നിട്ടോ
അത് 1 റിയാൽ 2 റിയാലിന്റെ കീസിലാക്കിയിട്ട് സുബ്ഹാന ജല്ല ജലാലു വഴിയോരങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സമയത്ത് ഓമച്ചപ്പുഴയിൽ നിന്നും കൂറ്റമ്പാറയിൽ നിന്നും എന്ന് വേണ്ട ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുഅ്മിനീങ്ങൾ പോയിട്ട് ആ ഗോതമ്പ് വാങ്ങിയിട്ട് പാറിക്കളിച്ച് നടക്കുന്ന പ്രാക്കൾ കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രാക്കൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ പ്രാക്കൾക്ക് ഭക്ഷണമായിട്ട് ഗോതമ്പ് നൽകുകയാണ്. അല്ലാ ആ ഗോതമ്പ് മണി, ഓരോ മണി ഗോതമ്പും ആ പ്രാക്കൾ ഇങ്ങനെ കൊത്തി തിന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. 1 മണി ഗോതമ്പ് അത് കൊത്തിയെടുക്കുമ്പോ ആ പ്രാക്കൾ ഒന്നിങ്ങോട്ട് നോക്കും, ഒന്നിങ്ങോട്ട് നോക്കും, ഒന്നിങ്ങോട്ട് നോക്കും. എന്തേ? ഞങ്ങൾ ഇന്നും മുത്തുനബിക്ക് കാവലിരിക്കാൻ റെഡിയാണ്, ഞങ്ങൾ ആ നല്ല വാപ്പാന്റെയും ഇമ്മാന്റെയും മക്കളാണ്. എന്നിട്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഗോതമ്പ് ഭക്ഷണം കഴിച്ചിരിക്കുന്ന പ്രാക്കൾ പറന്നു. അവര് മസ്ജിദുൽ ഹറാമിലെത്തി, അവര് മത്താഫിലെത്തി, അവര് ഹിജർ ഇസ്മായിലെത്തി, അവിടൊക്കെ അവര് പാറിക്കളിക്ക. ആ ഭക്ഷണം കഴിച്ചിരിക്കുന്ന പ്രാക്കൾ കാഷ്ടിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയും ആ പ്രാക്കളെ മുഖത്തേക്ക് ദേഷ്യത്തോടു കൂടെ നോക്കുകയില്ല. ഒരാളും ആ പ്രാവ് ഇരിക്കുന്ന സ്ഥലത്ത് അതിനെ ആട്ടി ഓടിക്കുകയില്ല. മറിച്ച് സൗദി ഗവൺമെന്റ് ആയിരക്കണക്കിന് തൊഴിലാളികളെ, ലക്ഷക്കണക്കിന് റിയാൽ ശമ്പളം കൊടുത്തിട്ട് ആ പ്രാക്കളെ കാഷ്ടം വൃത്തിയാക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് മുത്തുനബിയെ മഹബത്ത് വെച്ച പരമ്പരയുടെ ബർക്കത്തെങ്കിൽ, ലോക മുസ്ലിങ്ങൾ അവർക്ക് നൽകുന്ന അംഗീകാരമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്തു നോക്കണം. അതാരാ? അത് മുത്തുനബിക്ക് കാവലിരുന്ന 2 മിണ്ടാപ്രാണികളാണ്. എങ്കിൽ ആ മുത്തുനബിയുടെ ചോരയിൽ പിറന്നതാണ് അഹ്ലുബൈത്ത് എന്ന സയ്യിദന്മാർ, തങ്ങന്മാർ. മുത്തുനബിയുടെ മലമുകളിലെ ഗുഹാമുഖത്ത് കാവലിരുന്ന പ്രാക്കള മക്കൾക്ക് മുസ്ലിം ലോകം ഇത്ര വലിയ ബഹുമാനം കൊടുക്കുന്നുവെങ്കിൽ, അവരെ കാഷ്ടം വൃത്തിയാക്കാൻ സൗദി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുകയാണെങ്കിൽ, ആ കാഷ്ടിച്ചിരിക്കുന്ന പ്രാവിനെ ഒരാൾ ദേശത്തോടു കൂടെ നോക്കാൻ പാടില്ല എന്നാണ് വിധിയെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബിയുടെ ചോരയിൽ പിറന്ന മോള് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ, ആ ഫാത്തിമ ബീവിയും അലി തങ്ങളും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ ജനിച്ചിരിക്കുന്ന പുന്നാര മക്കൾ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. മർഹബാ യാ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈനി, അസ്സലാമു അലൈക യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരെ ഉമ്മ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമത്തു ഖിൽദത്തു കബ്ദി, ഫാത്തിമ എൻ്റെ കരളിന്റെ കരളാണ്. ഫമൻ അഹബ്ബഹ അഹബ്ബനി, ആരാണ് ഫാത്തിമോനെ ഇഷ്ടപ്പെടുന്നത് അവരെന്നെ മഹബത്ത് വെച്ചു. ആരെങ്കിലും ഫാത്തിമയോട് ദേഷ്യപ്പെട്ടോ അവരെന്നോട് ദേഷ്യപ്പെട്ടു. എന്നോട് ദേഷ്യപ്പെട്ടവൻ അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചവനാണ്, എന്നെ മഹബത്ത് വെച്ചവൻ അള്ളാഹുവിന്റെ മഹബത്ത് ലഭിച്ചവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരമ്പര, ആ പരമ്പരയിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നേരത്തെ ബാക്കബി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഹിജ്റ 1470 റബീഉൽ അവ്വലിന്റെ ആദ്യ രാത്രി, ഇന്നത്തെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനോട് അടുത്ത് കിടക്കുന്ന ഒരു വലിയ പട്ടണമാണ് തൊബരിസ്ഥാൻ. തൊബരിസ്ഥാനിൽ നിന്ന് ഉള്ളിലേക്ക് പോയാൽ കാണുന്ന ഒരു പഞ്ചായത്താണ് ജീലാൻ. ജീലാനിന്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ് കൈലാൻ. അല്ലെങ്കിൽ കൈലാനും ജീലാനും ഒന്ന് തന്നെയാണ്. അവിടെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നത് ഹിജ്റ 1470. എങ്ങനെയാ ജനിക്കുന്നത്? അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഉമ്മ വഴിക്ക് പരിശോധിച്ചാൽ ഹുസൈനി തറവാട്, വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ ഹസനി തറവാട്. പറയാം നമുക്ക്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, അവരുടെ വാപ്പ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് 13ാമത്തെ പിതാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദുർ റസൂലുള്ളാഹി.
ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് 13ാമത്തെ പിതാവ് ഹസൻ റളിയല്ലാഹു അൻഹു, 14 അലി റളിയല്ലാഹു അൻഹു, 15 മുഹമ്മദുർ റസൂലുള്ളാഹി. അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഉമ്മ വഴിക്ക് ഹുസൈനി തറവാടിൽ 10, വാപ്പ വഴിക്ക് ഹസനി തറവാട്. ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മുഹീദ്ദീൻ ഷേഖ് തങ്ങളാകുന്ന കുട്ടിയെ പ്രസവിക്കുന്നതിന് ഒരു അത്ഭുത ജനന. എന്തേ? ഉമ്മുൽ ഖൈർ ബീവി ഗർഭിണിയാകുമ്പോൾ വയസ്സെത്രയാണെന്നറിയോ? 60ാമത്തെ വയസ്സിലാണ്. ഉമ്മാക്ക് 60ാമത്തെ വയസ്സ് തികഞ്ഞപ്പോഴാണ് മകനെ ഗർഭം ധരിക്കുന്നത്. അത് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം കാണാം. ഉമ്മ പ്രസവിച്ചത് 60ാമത്തെ വയസ്സ്. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾക്ക് മക്കൾ എത്ര ഉണ്ടായി നിങ്ങൾ? യാ റബ്ബ്, ഞമ്മക്കിപ്പോ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ. പക്ഷെ കുട്ടികൾ 2 3 2 മതി, അല്ലെങ്കിൽ 1 മതി എന്നാണ്. അല്ലാഹ് കാക്കട്ടെ. നിങ്ങളൊക്കെ ഉറക്ക ആമീൻ പറഞ്ഞ കാലം വരും. നിങ്ങൾക്ക് മാറാട് കലാപം പോലത്തെ ഒന്നും ഇനി നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ. ഉണ്ടായാലും അറിയാം മക്കൾ എത്ര എണ്ണമാണെന്ന്. അപ്പൊ അറിയാം. ഇപ്പൊ ചൈനക്കാരാണ് ഒരു കുട്ടി മതി എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ചൈനയാണ്. ഇപ്പൊ ചൈനക്കാർ അങ്ങേയറ്റത്ത് സങ്കടത്തിൽ മാറിയപ്പോവര് ഇപ്പൊ അധികം പ്രസവിക്കുന്നവർക്ക് ചൈന ഗവൺമെന്റ് സമ്മാനം കൊടുക്കുകയാണ്. എന്തേ കാരണം? ചൈനയിൽ യുവാക്കളില്ല. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം നോക്കി നിങ്ങൾ ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റിയതാണ് ഒക്കെ. കാരണം താങ്ങി പിടിച്ചെടുക്കാൻ പറ്റിയ ഒറ്റ ചെറുപ്പക്കാർ വേണ്ടേ. ചൈന ഗവൺമെന്റ് അങ്ങേയറ്റം. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈയിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചു. അവിടെയൊക്കെ പോകുമ്പോൾ പ്രധാനമന്ത്രിക്ക് അഭിമാനത്തോടു കൂടെ പറയാനുള്ളത് എന്താണ്? ഇന്ത്യയുടെ ജനങ്ങളിൽ 80-85% വരുന്ന യുവശക്തി, അതാണ് ഇന്ത്യയുടെ വലിയ ശക്തി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് 27 ആൺമക്കളാണ്, 22 പെൺമക്കളും. അപ്പൊ എത്ര കുട്ടികളായി? നിങ്ങളെടുത്തതിന് ഒരു കണക്കൂല്ലല്ലോ. പണ്ട് ജോൺ സാറ് സാക്ഷരതാ ക്ലാസ് ചോദിച്ചില്ലേ, ഒരു തേങ്ങക്ക് 3 റുപ്യ, അങ്ങനെ ആകുമ്പോൾ 100 തേങ്ങക്ക് എത്രയാവും എന്ന് ചോദിച്ചു. അപ്പം മയന്മാര് പറഞ്ഞു തേങ്ങ കാണാതെ പറയാൻ പറ്റൂല, ഇങ്ങനെ കണക്ക് പഠിച്ചാൽ നിന്നാൽ എവിടുന്നപ്പോൾ ആകുക. 27 ആൺകുട്ടികളും 22 പെൺകുട്ടികളും 49 മക്കളാണ് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. യാ റബ്ബ്, ഹേ, നാളെയാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പ്രസവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അന്നഹു റഅന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി വമഅഹു സ്വഹാബ വൽ ഔലിയാ വൽ അഖ്താബ് വൽ അഇമ്മ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ പിതാവ് സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് എങ്ങനെയാ കാണുന്നത്? നബി തങ്ങൾ ഇരിക്കുന്നു, സ്വഹാബാക്കൾ പലരും ചുറ്റുഭാഗത്തുണ്ട്, ഔലിയാക്കളുണ്ട്, അഇമ്മത്ത് മുജ്തഹിദീങ്ങളുണ്ട്. അവരെ മധ്യത്തിൽ മുത്തുനബി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു, യാ വലദി യാ അബാ സ്വാലിഹ്, എന്റെ മകനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പിതാവിനെ വിളിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ, മോനെ, നിനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുട്ടി അത്ഭുതകരമായിരിക്കുന്ന ചരിത്രമുള്ള കുട്ടിയാകും. അമ്പിയാക്കളെ കൂട്ടത്തിൽ മറ്റെല്ലാ നബിമാരെക്കാൾ കൂടുതൽ എനിക്ക് അല്ലാഹു പദവി നൽകിയതുപോലെ ഞാൻ ജനിക്കാൻ പോകുന്ന കുട്ടി അമ്പിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള കുട്ടിയായിരിക്കും. മാത്രമല്ല, ആ കുട്ടിയെ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ നിനക്ക് അത്ഭുതം കാണാം. അന്നഹൂലം യമുസ്സ സദിയ ഉമ്മിഹി മിനൽ ഫജ്രി ഇലൽ ഖുറൂബ്. റമളാൻ ഷരീഫിൽ പ്രസവിച്ചു വീഴുന്ന കുട്ടി ഫജ്ർ മുതൽ ഖുറൂബ് വരെ ഒരിക്കലും ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുകയില്ല. മുതലായ റമളാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. നമ്മളെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഇപ്പോ മുഹീദ്ദീന്മാരെങ്ങനെ പുതിയ രീതിയിൽ ചൊല്ലിയിട്ട് എന്താ രസം. ബിൽ ഖുത്ബിർ റബ്ബാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്.
ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങളാകുന്ന കുട്ടി ജനിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ വാപ്പാനെ വിളിച്ച് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, മോനെ നിനക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട്, ആ കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ അടയാളം മനസ്സിലാക്കിക്കോ. 1, റമദാനു ശരീഫിൽ ആ കുട്ടി മുല കുടിക്കുകയില്ല പകൽ സമയം. 2, ഇന്നത്തെ രാത്രി ആ കുട്ടി പ്രസവിക്കുന്ന രാത്രി ജീലാൻ എന്ന പ്രദേശത്ത് എത്ര ഉമ്മമാര് പ്രസവിക്കുന്നോ അതൊക്കെ ആൺകുട്ടികളായിരിക്കും. ആ ആൺകുട്ടികളെല്ലാം ഭാവിയിൽ ഔലിയാക്കന്മാരായിരിക്കും. മൊയ്തീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്ന ആ നാട്ടില് അന്ന് പ്രസവിച്ച മുഴുവൻ കുട്ടികളും ആൺകുട്ടികൾ, അവരൊക്കെ ഔലിയാക്കൾ. അത് മൊയ്തീൻ ഷേഖ് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് തിബരീസി റളിയല്ലാഹു അൻഹു തന്റെ താരീഖ് ബഗ്ദാദ് 30 വാള്യമുണ്ട്, ഓരോന്നും 1000-ലധികം പേജുള്ളതല്ലേ. എന്നിട്ടോ ബഗ്ദാദിൽ മാത്രമുള്ള ഔലിയാക്കൾ, ബഗ്ദാദിൽ മാത്രമുള്ള മഹാന്മാർ, അവരെ ചരിത്രമാണ് താരീഖ് ബഗ്ദാദ്. 30 വാള്യം എഴുതിയിട്ടും ബഹുമാനപ്പെട്ടവർക്ക് താരീഖിലെ മുഴുവൻ മഹാന്മാരെയും എഴുതി തീർക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ബഗ്ദാദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഓമച്ചപ്പള്ളിയിലെ മുത്തു മുഅ്മിനുകളെ, നിങ്ങളെ ഈ നാട്ടിൽ നിങ്ങൾ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ പതിവുകാരാണ്. ഒരുപാട് ആലിമീങ്ങളെ നിങ്ങൾ പോറ്റി വളർത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തുമായി നിലനിൽക്കുന്ന ഒട്ടേറെ മുദർരിസുമാർ, വലിയ വലിയ പണ്ഡിതന്മാർ ഈ നാട്ടിൽ നിന്ന് കൊച്ചുനാളിൽ കിതാബോധി പഠിച്ചവരാണ്. പഴയ കാലത്ത് ഇന്ന് കാണുന്ന ഈ തലമുറയുടെ നിങ്ങളൊക്കെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ എല്ലാ വീടുകളിലും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. അല്ലാ, ആ ഭക്ഷണം കൊടുത്തിരിക്കുന്ന ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഒക്കെ വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ ഇവിടെ മറപെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഓമച്ചപ്പഴ എന്ന് പറയുമ്പോൾ മുത്തുനബിക്ക് കാവലിരുന്ന പ്രാക്കള മക്കളെ പരമ്പരക്ക് ഗോതമ്പ് വാങ്ങിക്കൊടുത്തിട്ട് മൂമിനീങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഓമച്ചപ്പഴയും ഇതുപോലെ ദേശങ്ങളുമൊക്കെ ഒട്ടേറെ ഔലിയാക്കളായ വലിയ വലിയ പണ്ഡിതന്മാരുടെ രാജ്യമായതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, കുണ്ടൂർ ഉസ്താദിന്റെ രാജ്യം, കരിങ്കപ്പാറ ഉസ്താദിന്റെ രാജ്യം, ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളൊക്കെ മുസ്ലിം ശക്തി കേന്ദ്രമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആശാകേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് സഹായം കിട്ടിക്കൊണ്ട് എത്ര പള്ളികൾ ഉണ്ടാകുന്നു, എത്ര മദ്രസകൾ ഉണ്ടാകുന്നു, എത്ര ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ ഉണ്ടാകുന്നു, എത്രായിരം സ്ഥാപനങ്ങൾക്ക് നാട്ടുകാരായി നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നമുക്ക് നമ്മുടെ പുതിയ തലമുറയിലെ മക്കളും മക്കളും ഉണ്ടല്ലോ, അവരിൽ കൂടി ഈ ദീനിയായ ഇസ്സത്ത് നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ വളരെ പെട്ടെന്ന് ആധുനികവൽക്കരിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.